ഞാനൊരു 4-4:30 ആകുമ്പോൾ എണീറ്റിട്ട് വേഗം ചോറൊക്കെ തിളപ്പിച്ചിറക്കി വെച്ചു. അധികം വേവുള്ള അരിയല്ല അത് കാരണം തലേദിവസം തിളപ്പിച്ചിറക്കി വെച്ചില്ല. പിന്നെ ഞാൻ വേഗം ചായക്കുള്ള പാലും അടുപ്പത്ത് വെച്ചിട്ട് മീൻ ഇന്നലെ വാങ്ങിച്ചിട്ട് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് വെള്ളത്തിൽ ഐസ് പോകാനിട്ടിട്ട് വേഗം പോയി കുളിച്ചു. കുളി കഴിഞ്ഞ് വന്നിട്ട് വേഗം വിളക്കൊക്കെ വെച്ചു. അപ്പോൾ മീനൊക്കെ കഴുകിയതിന് ശേഷമാണ് ഞാൻ വേഗം പോയി കുളിച്ചത്. അല്ലെങ്കിൽ പിന്നെ വിളക്കൊക്കെ വെക്കുമ്പോൾ ബുദ്ധിമുട്ടല്ലേ. അത് കഴിഞ്ഞിട്ട് വേഗം ഒരു ചന്ദനമൊക്കെ വരച്ചിട്ട് ഞാൻ പുറത്ത് പോയിട്ട് കുറച്ച് നേരം നിന്നു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അടുക്കളയിലെ പണികളൊക്കെ നോക്കണത്. അതിൻ്റെ ഇടയിൽ മണിക്കുട്ടൻ 6 മണിക്ക് ട്യൂഷന് പോയി. അവനൊരു ഗ്ലാസ് പാലൊക്കെ കൊടുത്തിട്ട് അവന് ട്യൂഷന് വിട്ടു. ഇനിയിപ്പോൾ സ്കൂളൊക്കെ തുറന്നുല്ലോ, കുറച്ച് ഒരാഴ്ച കഴിഞ്ഞല്ലോ സ്കൂളൊക്കെ തുറന്നിട്ട്. അപ്പോൾ അങ്ങനെ ഇനിയിപ്പോൾ നമുക്ക് നമ്മുടെ മോർണിംഗ് റുട്ടീനായിട്ട് ഇങ്ങനെ പോകണം. അപ്പോൾ ഞാൻ വേഗം നാളികേരമൊക്കെ അരച്ച് വെച്ചിട്ടാണ് കുളിക്കാനായിട്ട് പോയിട്ടുണ്ടായിരുന്നത്. മല്ലിപ്പൊടി, മുളകും പൊടി, മഞ്ഞൾപ്പൊടിയും ചൂടാക്കിയിട്ട് അതിൽ നാളികേരം ഒന്ന് ഇട്ടിട്ട് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് ഞാൻ പല പ്രാവശ്യം കാണിച്ചിട്ടുണ്ട്. അപ്പം അങ്ങനെ അതൊക്കെ അടുപ്പത്ത് വെച്ചു. വെളുത്തുള്ളി ഇല്ലേ, ഇഞ്ചിയും പച്ചമുളകൊക്കെ ഇട്ടിട്ട് അടുപ്പത്ത് വെച്ചതിന് ശേഷം അവിടേക്ക് ഒന്ന് തുടച്ചിട്ട് പിന്നെ ഉപ്പേരി വെക്കുന്നത് വഴുതനങ്ങയായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായിട്ടുള്ള വഴുതനങ്ങയാണ്. അപ്പോൾ അമ്മയ്ക്ക് ഇതുപോലെ കുടുംബശ്രീയുടെ ഇതിന്നേ ഒരു തൈ കിട്ടിയിട്ട് അമ്മ തന്നതാണ്. 2-3 വർഷമായി. അതുമ്പോൾ തന്നെ ഇപ്പം നല്ല തണുപ്പായ കാരണം കുറേ ഉണ്ടാവുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്നലെ വീട്ടിലേക്ക് പോകുമ്പോൾ 3-4 അമ്മയ്ക്ക് കൊണ്ടുപോയി കൊടുത്തു. 2 ഞാനിവിടെ വെച്ചു. ഇതുപോലെ ഇവർക്ക് മീൻകറി സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പറ്റിയില്ലെങ്കിൽ ഇത് ഉപ്പേരി വെച്ചിട്ട് കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ മീൻകറി 2 പേരും കൊണ്ടുപോയി. അപ്പോൾ ഞാൻ വേഗം വഴുതനങ്ങ അരിഞ്ഞെടുക്കുകയാണ്. വഴുതനങ്ങ വെറുതെ സബോള ഇട്ടിട്ട് വഴറ്റിയിട്ട് അതിൽ മുളകും പൊടി ഇട്ടിട്ട് മൂപ്പിച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കണില്ല. എന്താണെന്ന് വെച്ചാൽ പൊടികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പുട്ടുപൊടി ഉണ്ടായിരുന്നു. പക്ഷേ 2 പേരും മീൻകറിയെ കാരണേ വാവിച്ചി മണിക്കുട്ടനും ചോറുണ്ടാന്ന് പറഞ്ഞു. പിന്നെ മീനും ഞാൻ 2-3 കഷ്ണമൊക്കെ ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് വറുത്ത് കഴിഞ്ഞാൽ അവർ ചോറുണ്ടോളും. അപ്പോൾ ഞാൻ വേഗം വഴുതനങ്ങ ഉപ്പേരി അടുപ്പത്ത് വെക്കാനായിട്ട് വേഗം അതൊക്കെ അരിഞ്ഞെടുത്തതിന് ശേഷം വേഗം ഞാൻ പാനൊക്കെ അടുപ്പത്ത് വെച്ചിട്ട് വേഗം ഞാൻ അതിൽ സബോള കുനുകുനാന്നരിഞ്ഞ സബോളയൊക്കെ ഇട്ട് കൊടുത്തു. അപ്പോളേ നോക്കിയപ്പോൾ മീൻകറി കാച്ചാനായിട്ട് ചുമന്നുള്ളി ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു എന്നറിയോ, ഇതെന്നെ മൂത്ത് വന്നപ്പോൾ ഇതിന്ന് കുറച്ചെടുത്തിട്ട് ഞാൻ മീൻകറി കാച്ചിയെടുക്കുകയാണ് ചെയ്തത്. നിങ്ങൾക്കിത് ഇതിൽ കാണാം. അപ്പം അങ്ങനെ അതൊക്കെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഞാൻ അത് നന്നായിട്ട് ഇങ്ങനെ എന്താ പറയുക, നല്ല മണമായിട്ട് വന്നു ഇങ്ങനെ മൊരിഞ്ഞിട്ട്. അപ്പം ഞാനതൊന്ന് ഒത്തിരി ഉപ്പ് പൊടിയൊക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി അതങ്ങനെ അവിടെ ഇട്ടിട്ട് ഞാൻ വേഗം ഒരു ഗ്ലാസ് ചായയൊക്കെ എടുത്ത് കുടിച്ചു. അപ്പോൾ കഫക്കെട്ടൊക്കെ നന്നായി മാറി. ഇപ്പോൾ ശരീരത്തിന് ഇത്തിരി സുഖം വന്നിട്ടുണ്ട്. ഇനിയിപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഇപ്പോൾ ഇത്തിരി കുറച്ച് നാളായിട്ടേ എപ്പോഴും അസുഖങ്ങൾ വരികയായിരുന്നു. അപ്പം അങ്ങനെ മരുന്നൊക്കെ കഴിച്ചപ്പോൾ ഇപ്പോൾ സുഖമായിട്ടുണ്ട്. അപ്പോൾ ഞാൻ വേഗം ഇതൊക്കെ മൂപ്പിച്ചിട്ട് ഞാൻ എന്ത് ചെയ്തു കണ്ട, എൻ്റെ മീൻ കറിയിൽ ഞാൻ അതിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഞാൻ അതിലിട്ട് കൊടുത്തു സബോള. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ വേഗം അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ അതിൽ ഞാൻ വഴുതനങ്ങ കഴുകിയിട്ടാണ് അരിഞ്ഞെടുത്തത്. അല്ലെങ്കിൽ ഒരു വെള്ളമായിട്ട് ഇങ്ങനെ പിളിപിളിയായിരിക്കും, ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. അപ്പം അങ്ങനെ അതിൽ ഉപ്പുപൊടി പിന്നെ ഞാൻ സബോളയിലിട്ട് കാരണം നന്നായിട്ട് ഇളക്കിയിട്ട് യോജിപ്പിച്ച് നല്ല മണമായിരുന്നു. എനിക്കിഷ്ടമാണ് ഇങ്ങനെ. അമ്മ ഇതുപോലെ പറയാറുണ്ട്, ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതുപോലെ മസാലയൊക്കെ പുരട്ടി വറുത്ത് കഴിഞ്ഞാൽ ഇത് ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഞാൻ അങ്ങനെ അതൊന്ന് ഗ്യാസുമ്മ കുറച്ചിട്ടിട്ട് ഞാൻ വേഗം ഉമ്മറൊക്കെ അടിച്ചു വരാനായിട്ട് നിന്നു. പിന്നെ ഇന്നലെ വിശദമായിട്ടൊന്നും അടിച്ചു വരാനായിട്ട് പറ്റിയില്ല. ഇന്നലെ ഞാൻ കാലത്ത് തന്നെ എൻ്റെ വീട്ടിലേക്ക് പോയി. ആ വീഡിയോ ഞാൻ ഇടാം. അപ്പോൾ അങ്ങനെ വേഗം ഞാൻ അടിച്ചു വാരലും വിളക്ക് വെക്കലൊക്കെ നേരത്തെ കഴിഞ്ഞു. പിന്നെ അടിച്ചു വാരലും നല്ല കാറ്റല്ല, അത് കാരണം നല്ലോണം മണ്ണും പൊടി ഉണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മിറ്റും ഉമ്മറൊന്നും ശരിയാക്കിയിട്ടില്ലല്ലോ. ഞാൻ എപ്പോഴും പറഞ്ഞിട്ടുണ്ടല്ലോ, ഈ സിമെൻറ്റ് ചാന്തൊക്കെ ആയിട്ട് നല്ല പൊടിയും മണ്ണൊക്കെയാണ്. അപ്പോൾ ഞാൻ വേഗം ഒന്ന് അടിച്ചു വാരി പുതിയൊരു ചൂല് വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേ ചൂലുകൊണ്ട് അടിക്കുമ്പോഴൊക്കെ മണ്ണ് പോകാണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇങ്ങനത്തെ ചൂല് നമുക്ക് കാര്യമില്ല. എന്താണെന്ന് വെച്ചാൽ ടൈലൊന്നും ഇടാത്തോടത്ത് ഇങ്ങനത്തെ ചൂലൊക്കെ അടിച്ചാൽ പെട്ടെന്ന് ചൂലൊക്കെ നാശാവും. അപ്പം അങ്ങനെ അവിടെയൊക്കെ അടിച്ചു വാരിയതിന് ശേഷം പിന്നെ ഞാൻ കൈയോടെ തന്നെ വേഗം മിറ്റടിക്കലും ചെയ്തു. അപ്പം ഞാൻ കാലത്തെ വീഡിയോ ഇടുമ്പോൾ ഇതൊന്നും ഞാൻ കാണിക്കാറില്ല. പക്ഷെ ഞാൻ എന്നും കാലത്ത് ഈ വക പണികളൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ 4 ഭാഗവും മിറ്റടിക്കണം, ഇത്തിരി സമയം വേണം. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ വിജയശേട്ടനോട് വിളിച്ച് പറയുന്നുണ്ട് ഉപ്പേരി ഒന്ന് ഇളക്കി കൊടുത്തോളൂ എന്ന്. വിജയശേട്ടൻ അടുക്കളയിൽ അവിടെ ഉണ്ട്, ഹോളിലുണ്ട്. അപ്പോൾ ആൾ ഉപ്പേരി ഇളക്കി കൊടുക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോവില്ല. അതിൻ്റെ ഇടയിൽ ഞാൻ ഇടയ്ക്ക് പോയിട്ട് ഒന്ന് നോക്കണമൊക്കെ ഉണ്ട്. പക്ഷേ നന്നായിട്ട് കുറച്ചിട്ട കാരണേ പിന്നെ വെളിച്ചെണ്ണയൊക്കെ ഉണ്ട്. അപ്പോൾ അത് കാരണം അങ്ങനെ ഇരുന്ന് മൊരിഞ്ഞ് കഴിഞ്ഞാലും ഒരു ടേസ്റ്റ് അല്ല. അപ്പോൾ അങ്ങനെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം കൈയൊക്കെ കഴുകിയിട്ട് വേഗം അടുക്കളയിൽ വന്ന് നോക്കിയപ്പോൾ വിജയശേട്ടൻ ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഉപ്പേരി നന്നായിട്ട് നിറച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഒന്ന് മൂത്ത് വന്നപ്പോൾ കുറഞ്ഞു, നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അപ്പോഴേക്കും ഞാൻ വേഗം മീനും 2-3 പീസ് മീനും ഞാൻ ഉപ്പും മുളകൊക്കെ തിരുമ്പി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അത് വറക്കാനായിട്ട് നോക്കുകയാണ്. അപ്പോൾ നാളെ വീട്ടിൽ പോയപ്പോഴേ വേപ്പില കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഫ്രിഡ്ജിൽ വെക്കുമ്പോഴേ എപ്പോഴും കറികളൊക്കെ വെക്കുമ്പോൾ വേപ്പില ഇടാൻ മറക്കും. അപ്പോൾ ഞാൻ പുറത്ത് തന്നെ ഒരു കുപ്പിയിൽ വെള്ളത്തിലാക്കിയിട്ട് വെച്ചതാണ്. അപ്പോൾ അങ്ങനെ അതൊക്കെ ആയി വന്നപ്പോൾ ചോറും നോക്കിയപ്പോൾ ചോറും വെന്ത് വന്നിട്ടുണ്ട്. ഞാനൊരു 4-4:30 ആകുമ്പോൾ എണീറ്റപ്പോൾ പിന്നെ ഞാൻ കിടന്നില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചോറൊക്കെ തിളപ്പിച്ച് ഇറക്കി വയ്ക്കാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ പണികളും നോക്കിയില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 4:30 ആയിട്ടുള്ളൂ. ചോറ് തിളപ്പിച്ച് ഇറക്കി വെച്ചിട്ട് ഞാൻ പിന്നെ അവിടെ ഇരുന്നിട്ട് ഫോണിലൊക്കെ ഒന്ന് കളിച്ചു. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ ഞാൻ പണികളൊക്കെ നോക്കിയത്. അത് കാരണം നേരം വൈകി. പിന്നെ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് ഒന്നും ഉണ്ടാക്കണില്ല, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ
ഇന്നലെ വൈകുന്നേരത്ത് പാത്രങ്ങൾ കുറച്ച് കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലെ പാത്രങ്ങളൊക്കെ ഒതുക്കി വെച്ചു. പിന്നെ ഇപ്പം ഇന്ന് എല്ലാവർക്കും ചോറൊക്കെ കൊണ്ടുപോകണ്ട, അതിൻ്റെ പാത്രങ്ങളൊക്കെ എടുത്ത് വെച്ചു. പിന്നെ സ്പൂണും കയ്യിലൊക്കെ ഞാൻ മാറ്റി വെച്ചു. എല്ലാം മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ചോറിലെ വെള്ളമൊക്കെ ഒന്ന് വാരട്ടെ എന്ന് വിചാരിച്ചിട്ട് വേഗം ഞാൻ കറികളെ എല്ലാവർക്കുള്ള കറികളാക്കുകയാണ്. അപ്പോൾ അയിലക്കറിയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഉപ്പേരി ഉണ്ടല്ലോ, അപ്പോൾ അതൊക്കെ മതി. പിന്നെ പപ്പടം ഉണ്ട്, അത് വറക്കണം വിചാരിച്ചായിരുന്നു. ഇവിടെ മീൻകറി ആണെങ്കിൽ പപ്പടം വറുത്ത് കഴിഞ്ഞാൽ ഇഷ്ടമാണ്. അപ്പം പപ്പടവും വറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞാൻ അവർക്ക് 3 പേർക്കും ഉള്ള ചോറാക്കി. ഞാൻ ചോറ് കൊണ്ടുപോകണില്ല, എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോൾ ഉച്ചയ്ക്ക് ഉണ്ണാനായിട്ട് തോന്നാറില്ല. അത് കാരണം ഞാൻ ചോറ് എടുത്തിട്ടില്ല. അപ്പോൾ ഞാൻ കാലത്ത് എന്തെങ്കിലുമൊക്കെ കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാലത്ത് എന്തെങ്കിലും കഴിക്കാനായിട്ട് ഇന്നൊന്നും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ ഞാൻ പോണ വഴിക്ക് എൻ്റെ വീട്ടിൽ കയറുമ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും കഴിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ എനിക്ക് ഉച്ചയ്ക്ക് വിശപ്പ് ഉണ്ടാവാറില്ല. പിന്നെ നമ്മൾ ജോലി കഴിഞ്ഞ് വന്നിട്ടൊക്കെ കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ അങ്ങനെ ഞാൻ വേഗം പപ്പടം വറുത്തെടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ വേഗം മക്കൾക്കും ബിജാഷേട്ടനുള്ള പപ്പടമൊക്കെ പാത്രത്തിലാക്കി. അതൊക്കെ കഴിഞ്ഞ് പിന്നെ കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ കാരണം പിന്നെ അത്ര വലിയ പണിയൊന്നുമില്ല. എന്നുവെച്ചാൽ ഡ്രസ്സ് മാറി പോവല്ലേ വേണ്ടോ. അപ്പോൾ അങ്ങനെ അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേഗം മീൻ വറുത്തതും ഉപ്പേരിയൊക്കെ വിജാഷേട്ടന് പാത്രത്തിലാക്കി ഞങ്ങൾ ജോലിക്ക് പോവുകയാണ്. അപ്പോൾ എന്നെ പോണ വഴിക്ക് വീട്ടിലിറക്കി തരും. പിന്നെ അവിടെ നിന്ന് ഞാൻ പോവും. അങ്ങനെ നല്ല നല്ല വീഡിയോകളായിട്ട് വരാം കേട്ടോ.